സഹൃദയരെ, ഭക്ഷണ വിശ്വാസികളെ, അരപ്പാത്രം ചോറ് ഒരു മുറി തേങ്ങ നിന്ന് വയർ വീർത്ത് അനങ്ങാൻ പറ്റാത്തവരായിരിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾക്ക് മുന്നിൽ ഞാനിതാ പ്രസന്റ് ചെയ്യുന്നു കിണറുണ്ണിക്കണ്ണൻ കുഞ്ഞുമോൻ. കോട്ടവാതിൽ പോലെ വയറുള്ളവൻ, കൊട്ടാരത്തിൽ കിടന്നുറങ്ങിയിട്ടുള്ളവൻ, കണ്ടാൽ പറയില്ല ഇവനൊരു കുംഭകർണൻ. ഒറ്റയിരിപ്പിൽ ഒരു ആകാശം തിന്നുന്നവൻ, അണ്ടാവ് കാലിയാക്കാൻ ആലോചിക്കാത്തവൻ. ഇവനാണ് അവൻ അയൽ രാജ്യത്ത് പട്ടിണി വരുത്തിയവൻ, പാതാള ലോകത്തെ പൗരൻ, കൊളസ്ട്രോളിനെ വെച്ച് പാട്ടെഴുതിയവൻ, ഭക്ഷണം കഴിച്ച് പാരമ്പര്യം നിർത്തിയവൻ, ഭിക്ഷാടകരുടെ പേടി സ്വപ്നം, വിശന്നിരിക്കുന്നവരെ ക്ഷമ പരീക്ഷിച്ചവൻ, ആമാശയത്തെ കൊണ്ട് അടിയറവ് പറയിപ്പിച്ചവൻ, അങ്ങ് അമേരിക്കയിലുള്ളവരെ ആഹാരം കഴിച്ച് തോൽപ്പിക്കാൻ വെല്ലുവിളിച്ചവൻ, അവസാന ശ്വാസത്തിന് പകരം അരി വിഴുങ്ങുന്നവൻ. ഇവെങ്ങനെ ഇത് കഴിക്കണം? എനിക്ക് ഇപ്പോഴും ആശ്ചര്യമാണ്. അകത്തോട്ട് പോണത് നോക്കി ഇതെങ്ങനെ പുറത്തോട്ട് പോകും? ഇത്രയും ധാരാവിലുള്ള റീസൈക്കിൾ ബിൻ ഇവന്റെ മൂലത്തിൽ കടുപ്പിച്ചിട്ടുണ്ട്. ആവശ്യത്തിനെ കഴിക്കാവുന്ന എന്റെ അമ്മ പറഞ്ഞോണ്ടാണ്, അല്ലെങ്കിൽ അവൻ കാണിച്ചതിന്. ഇവന്റെ അണ്ണാക്കിന് ഇടയ്ക്കിടയ്ക്ക് അബോഷം സംഭവിക്കാറുണ്ടെന്നാണ് അറിഞ്ഞ. നമ്മൾ 5 പേര് ഇരുന്നാലും അരപ്ലേറ്റ് അധികം വരും. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഉജാലേ. ഇവന്റെ മെറ്റബോളിസം റേറ്റ് മമ്മൂട്ടിയുടെ ഫ്ലാറ്റിന്റെ റേറ്റ് 1. ഈ തിന്നൊക്കെ എങ്ങോട്ടാ പോണ? ഇവൻ മാസത്തിൽ ഒരിക്കൽ കഴിക്കും. ഇനി എവിടെങ്കിലും പോയി പെനഞ്ഞിറന്ന് ഉറങ്ങും. ഇവന്റെ വീട്ടില് വാഴക്കുഴിയേക്കാളും കൂടുതൽ കക്കൂസുഴിയാണ്. 8 കിലോ ചോറ് തിന്നേക്കണം അവൻ. അണ്ടാവ് വയറെന്നടേ.